ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു വെറൈറ്റി അക്വേറിയാണ് ഉണ്ടാക്കാൻ പോണേ. നിങ്ങൾ തമ്പനയിൽ കണ്ടിട്ടുണ്ടാവും, ഒരു തോണി അക്വേറിയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് ഇത്തിരി ടൈം സ്പെൻഡ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇത് ഉണ്ടാക്കിയേക്കണം. ഒരു 2 ആഴ്ചയോളം ഞങ്ങൾ പണിയെടുത്തിട്ടുണ്ട്. അതായത് അത് ഡ്രൈ ആയിട്ടൊക്കെ വരാനായിട്ട് അതിൻ്റെ ഷേപ്പൊക്കെ ചെയ്തെടുക്കാനായിട്ട് 2 ആഴ്ച ടൈം വേണം. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിൽ നിന്ന് നല്ല സപ്പോർട്ട് ഞങ്ങൾ ഈ വീഡിയോക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഞങ്ങളുടെ അപ്ഡേറ്റ്സ് ഒക്കെ കറക്റ്റ് ടൈമിൽ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ തോണി അക്വേറിയം ഉണ്ടാക്കാം. ഫ്രണ്ട്സ്, നമ്മുടെ തോണി അക്വേറിയം ഉണ്ടാക്കാനായിട്ട് നമ്മുടെ തോണിയുടെ ഷേപ്പ്, ഒരു തോണി കമത്തി വെച്ചുള്ള ഷേപ്പാണ് ഞങ്ങളിവിടെ ഉണ്ടാക്കണേ. ആ തോണിയുടെ ഷേപ്പ് ഞങ്ങളിവിടെ കുറച്ച് മണലിൽ നമ്മുടെ കൊലരൊക്കെ ഉപയോഗിച്ച് ആ ഷേപ്പ് ഞങ്ങൾ ഉണ്ടാക്കുകയാണ്. നമ്മളൊരു മോൾഡ് മാതിരി നമ്മുടെ മണൽ ജസ്റ്റ് ഇങ്ങനെ ഷേപ്പ് ചെയ്തിട്ട് നമ്മുടെ ലെങ്ത്ത്, നമ്മൾ ഉണ്ടാക്കണ ലെങ്ത്ത്, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ലെങ്ത്തിൽ നമ്മുടെ തോണി ഷേപ്പ് ചെയ്തെടുക്കാം. ഞങ്ങളിവിടെ 3 പാട്ട മണലോളാണ് എടുത്തേക്കുന്നത് ഷേപ്പ് ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ളതിനനുസരിച്ചൊക്കെ ഇതെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് അതിൻ്റെ അടി കുറച്ച് സ്ട്രെങ്ത്ത് കിട്ടാനും വീഴാതിരിക്കാനൊക്കെ ആയിട്ട് ഞങ്ങളിവിടെ കാണിച്ച മാതിരി കമ്പി, ഒരു കെട്ടുകമ്പി ആയിട്ടൊക്കെ കെട്ടി ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് അതിൻ്റെ മേലെ സിമെൻറ്റും മണലും കൂടി മിക്സ് ചെയ്തിട്ട് അതിൻ്റെ മേലെ ജസ്റ്റ് ഒരു കൊലര എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കാം. ഞങ്ങളിവിടെ 3 പാട്ടയോളാണ് മണലെടുത്തേക്കണം. അപ്പോൾ നിങ്ങൾക്ക് എടുക്കുമ്പോൾ 2 പാട്ട എടുത്താലും കുഴപ്പമില്ല. അതിനനുസരിച്ച് ലെങ്ത്ത് കുറയും. അല്ലെങ്കിൽ അതിനായിട്ടും കൂടുതൽ എടുക്കുകയാണെങ്കിൽ അതിനായിട്ട് ലെങ്ത്ത് കൂടുകയാണ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ കുറച്ചുകൂടിയും വെള്ളം ചേർത്തിട്ട് അതിൻ്റെ സൈഡും ഒക്കെ നമ്മൾ ഒന്ന് കൊലർ ഉപയോഗിച്ചൊക്കെ പരത്തി കൊടുക്കുകയാണ്. നമ്മളിപ്പോൾ ഇതിൻ്റെ മോൾഡ് മാതിരി ഉപയോഗിക്കണം. ഈ മണൽ നമുക്കിത് തിരിച്ചെടുക്കുമ്പോൾ, അങ്ങനെ പറഞ്ഞാൽ കമത്തുമ്പോൾ അതിൻ്റെ അകത്ത് തന്നെ ഉണ്ടാവും. അത് സിമെൻ്റായിട്ട് നമ്മൾ കട്ട പിടിക്കുക ഒന്നുമില്ല. നമുക്ക് ഈ 3 പാട്ടയിൽ ഒരു 2.25 പാട്ടയോളം നമുക്ക് തിരിച്ച് തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ സൈഡൊക്കെ നമ്മളൊരു കൊലർ വെച്ചിട്ട് പരത്തി കൊടുക്കാം. നമ്മളിപ്പോൾ സൈഡൊക്കെ ഏകദേശം നമ്മൾ പരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഉണങ്ങാനായിട്ട് വെക്കണം. ഉണങ്ങി ഏകദേശം കഴിയുമ്പോൾ നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് നനച്ചു കൊടുക്കണം. ഞങ്ങളിപ്പോൾ കുറച്ച് ചാക്കൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മേലെയാണ് നനയ്ക്കണത്. അപ്പോൾ കുറച്ചുകൂടി കൂടുതൽ നേരം അവിടെ വെള്ളം തങ്ങിക്കുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഉണങ്ങിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചാക്ക് മാറ്റാം. ഫ്രണ്ട്സ്, നമ്മുടെ സൈഡൊക്കെ നമ്മളൊരു കൊലര് വെച്ച് ജസ്റ്റ് ഒന്ന് തട്ടാം. ഫ്രണ്ട്സ്, മണ്ണിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. അതാകുമ്പോൾ എളുപ്പം നമുക്ക് മറയ്ക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ടൈല് ചെയ്യുകയാണെങ്കിൽ ചാക്കിടുന്നത് കുറച്ചുകൂടി നല്ലതായിരിക്കും. ഇപ്പോൾ നമ്മൾ ഏകദേശം എല്ലാം നമ്മൾ തട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതെടുത്ത് വേറൊരു സ്ഥലത്തേക്ക് മാറ്റാം. നമുക്ക് പെയിൻ്റ് അടിക്കാൻ എളുപ്പത്തിനൊക്കെയാണ് നമ്മൾ ഈ മാറ്റുന്നത്. ഫ്രണ്ട്സ്, നമ്മുടെ തോണി അക്വേറിയത്തിന് നല്ല കനയുണ്ട്. അപ്പോൾ ഞങ്ങളൊരു 4 പേരൊക്കെ കൂടിയിട്ടാണ് അത് മറക്കണേ. നമ്മൾ നോക്കുമ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിലെ മണലൊന്നും അതിൽ പിടിക്കില്ല എന്ന്. അപ്പോൾ അത് പിടിച്ചിട്ടില്ല. നമ്മളതെടുത്ത് വേറെ സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അതിൽ ചെറുതായിട്ടൊന്ന് പറ്റി പിടിച്ചിരിക്കുന്ന ആ മണൽ നമ്മൾ ജസ്റ്റ് ഒരു കൊലര് വെച്ചിട്ട് നമ്മളൊന്ന് സൈഡൊക്കെ ഒന്ന് തട്ടിയാൽ നമുക്കത് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ തോണിയുടെ ബേസൊക്കെ സിമെൻ്റ് ഇട്ട് തേക്കണം. നമ്മൾ ആ കമ്പി വരുന്നിടത്തൊക്കെ ശ്രദ്ധിച്ച് നല്ല രീതിയിൽ സിമെൻ്റ് അപ്ലൈ ചെയ്യുക. നമ്മൾ കൊലരുകൊണ്ട് എല്ലായിടത്തും പരത്തി കഴിഞ്ഞിട്ട് നമ്മളത് ഉണക്കാൻ വെക്കണം. ഇപ്പോൾ ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ലീക്കൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് സിമെൻറ്റ് കൊണ്ടുള്ള ചാന്ത് നമുക്ക് അതിൽ അപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മൾ സിമെൻറ്റ് പിന്നെ കുറച്ച് വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് അതിൽ ഒരു ബ്രഷൊക്കെ ഉപയോഗിച്ച് ജസ്റ്റ് തേച്ച് കൊടുത്താൽ മതി. അപ്പോൾ ലീക്കൊന്നും ഉണ്ടാവില്ല. നല്ല രീതിയിൽ തന്നെ നമ്മുടെ ചാന്ത് എല്ലായിടത്തും എത്തേണ്ടത് നമ്മൾ ഉറപ്പ് വരുത്തണം. അതിനുശേഷം നമ്മുടെ ഈ വക്കൊക്കെ ഒരു സ്മൂത്ത്നെസ്സും ഒരു പെർഫെക്ഷനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വക്ക് ഇങ്ങനെ നമ്മൾ കുറച്ച് കുഴമ്പ് രൂപത്തിൽ നമ്മുടെ സിമെൻ്റ് എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് അതിൻ്റെ വക്കിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. നമ്മൾ വെക്കുന്നത് നമ്മുടെ സൈഡൊന്നും പെട്ടെന്ന് പൊട്ടി പോവാണ്ടിരിക്കാനും പിന്നെ ഒരു നല്ല ഫിനിഷ് കിട്ടാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ സിമെൻറ്റിലാണ് കളിക്കണേ. അപ്പോൾ അതിൽ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ ഗ്ലൗ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ നമ്മൾ ഏകദേശം ഇങ്ങനെ വെച്ച് പോവാണ്. നമ്മുടെ കോർണറും പിന്നെ അതിൻ്റെ
തുമ്പായിട്ട് വരുന്നിടത്തൊക്കെ നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി ഞങ്ങളിവിടെ 3 തെർമോക്കോളിൻ്റെ ഷീറ്റ് അതിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളത് അവിടെ വെക്കാൻ പോവാണ് സിമെൻറ്റൊക്കെ തേച്ചിട്ട്. അപ്പോൾ ആ വെക്കുന്നിടത്തു നിന്ന് കുറച്ച് നമ്മൾ ഈ വെച്ച് പിടിപ്പിച്ച സിമെൻറ്റ് കുറച്ച് റിമൂവ് ചെയ്തിട്ട് വേണം അത് ഇറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏകദേശം ഒപ്പം വരാൻ വേണ്ടിയിട്ടാണ്. നമ്മളിതിൻ്റെ മേലെ സിമെൻറ്റ് വയ്ക്കുമ്പോൾ ഒരേമാതിരി അതിൻ്റെ മേലെ ഫിനിഷ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ വക്ക് കുറച്ച് എടുത്ത് കളയണേ. നമുക്ക് വേണമെങ്കിൽ ഇത്തിരി കന ഉണ്ടെങ്കിൽ ഒരു സപ്പോർട്ടൊക്കെ വെച്ച് കൊടുക്കാം. അപ്പം നമ്മൾ 3 അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പെർഫെക്ഷൻ ഇല്ലാണ്ട് ഇങ്ങനെ വല്ലതും പൊന്തിക്കുണ്ടെങ്കിൽ നമ്മളിപ്പോൾ സിമെൻറ്റ് കൊണ്ട് ഉണ്ടാക്കിയതിൽ വല്ല പൊന്തലും താഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു ഗ്രൈൻഡിങ് വീല്, പേപ്പറൊക്കെ ഇട്ടുള്ള വീലാണെങ്കിൽ കുറച്ചുകൂടിയും എളുപ്പമായിരിക്കും. അങ്ങനെ വല്ല ഇതൊക്കെ ഉപയോഗിച്ചാൽ അത് നമ്മൾ സൈഡൊക്കെ ഫിനിഷ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ മേലെ ഒന്നുകൂടി ചാന്തടിക്കണം. അപ്പോൾ ഇത്തിരി കൂടിയും നമ്മൾ വീണ്ടും സിമെൻറ്റും വെള്ളമൊക്കെ മിക്സ് ചെയ്തിട്ട് നമ്മളൊരു ബ്രഷ് ഉപയോഗിച്ച് വീണ്ടും ചാന്തടിക്കുകയാണ്. ചാന്ത എല്ലായിടത്തും അടിച്ചതിന് ശേഷം നമ്മളിതൊന്ന് വെള്ളം നിറച്ചിടണം. സിമെൻറ്റിൻ്റേതായ ദോഷങ്ങളൊക്കെ ഈ വെള്ളത്തിലൂടെ പോകണം. അപ്പോൾ നമ്മൾ വെള്ളം നിറച്ചിട്ട് ഒരു 2 ദിവസം വെക്കുക. എന്നിട്ട് ആ വെള്ളം വറ്റിക്കുക. എന്നിട്ട് നമുക്കിതിൽ പ്രൈമർ അടിക്കണം, എക്സ്റ്റീരിയർ പ്രൈമർ. അപ്പോൾ ഇത് നമ്മൾ അടിക്കണത് ഇതിൽ നമ്മളൊരു അക്വ ബ്ലൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെയിൻറ് അടിക്കേണ്ടത്. അപ്പോൾ അത് പിടിച്ചിരിക്കാൻ അല്ലെങ്കിൽ കീറി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എക്സ്റ്റീരിയർ പ്രൈമർ അടിക്കണേ. അത് നമ്മളെ മേലെ വെച്ച പലകയിലൊക്കെ അടിക്കുന്നുണ്ട്, പുറത്തും എല്ലായിടത്തും അടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്രൈമർ അടിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ അക്വ ബ്ലൂ അടിക്കാം. ഇപ്പോൾ നമ്മൾ പ്രൈമർ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്, എല്ലായിടത്തും നല്ല രീതിയിൽ വൈറ്റായിട്ട് നിങ്ങൾക്ക് കാണാം. ഇത് നമ്മൾ കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇനാമൽ പെയിൻ്റ് ഒന്നും ഇവിടെ അടിക്കരുത്. അപ്പോൾ നമ്മൾ അക്വ ബ്ലൂ എടുത്തിട്ട് നമ്മുടെ എല്ലായിടത്തും ആ പലകര അടിയിലും വെള്ളം ചെന്ന് മുട്ടണ അകത്തൊക്കെ അക്വ ബ്ലൂ കൊണ്ട് നമുക്ക് അടിക്കാം. ഇനി നമ്മൾ പുറത്ത് ഒരു തോണി ഷേപ്പല്ലേ നമ്മൾ ഉണ്ടാക്കണേ. അപ്പോൾ ഒരു ബ്ലാക്ക് കളറാണ് ഞങ്ങളിവിടെ അടിക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അടിക്കാം. ഫ്രണ്ട്സ്, നമ്മുടെ പെയിൻ്റ് അടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ പലകയ്ക്ക് ഒരു മരത്തിൻ്റെ കളറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് വെള്ളം നിറച്ചിടണം. എന്നിട്ട് നമുക്കത് വറ്റിക്കാം. നമ്മൾ ജസ്റ്റ് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് വെള്ളം നിറയ്ക്കണേ. എന്നിട്ട് നമുക്കത് വെള്ളം നിറച്ചിട്ട് നമുക്കിതിൽ നല്ല കിണർ വെള്ളം നമുക്കിതിൽ നിറയ്ക്കണം. ഇപ്പോൾ കിണർ വെള്ളമൊക്കെ നമ്മൾ നിറയ്ക്കുകയാണ്. അത് ഇപ്പോൾ നിറച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് അതിൽ നല്ല നല്ല ചെടികളൊക്കെ ഇതിലിട്ട് നമ്മുടെ തോണിനെ കുറച്ചുകൂടി ഭംഗിയാക്കാം. ഫ്രണ്ട്സ്, ഞങ്ങളിവിടെ അക്വാട്ടിക് പ്ലാന്റ്സ് മാത്രമാണ് ഇടണേ. നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചൊക്കെ കല്ലുകളും അങ്ങനെയൊക്കെ ചെയ്തിട്ട് നമ്മുടെ അക്വാറിയം കുറച്ചുകൂടി ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ വാട്ടർ ക്യാബേജും പിന്നെ ഫോക്സ് ടെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെടിയാണ് ഇട്ടേക്കണേ. ഇനിയാണ് നമ്മുടെ ഏറ്റവും പ്രധാനമായ കാര്യം, നമ്മൾ മീനുകൾ ഇടാണ്. ഞങ്ങളിവിടെ ഹൈബ്രിഡ് ഗപ്പികളെയാണ് ഒരു 6 പേരോളം ഉണ്ട്. അത് നമ്മൾ ഇട്ടിട്ടുണ്ട്. അവർ നല്ല രസത്തിലൊക്കെയാണ് കളിക്കണേ. അപ്പോൾ ഇത് ഞങ്ങൾ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ഈ തോണി അക്വാറിയം ഉണ്ടാക്കിയേക്കണേ. ഞങ്ങൾ കുറേ നാൾ ഇതിൻ്റെ പുറകെ നടന്നിട്ടാണ് ഇത് ഇങ്ങനെ വന്നേക്കണം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. Close till I get up. Time is barely on our side. I don't wanna waste what's left. The storms we chase are leading us, and love is all we'll ever trust. Yeah, no, I don't wanna waste what's left. And on we'll go, through the wastelands, through the highways, till my shadow turns to sun rays. And on we'll go, through the wastelands, through the highways. And on we'll go. ഫ്രണ്ട്സ്, നമ്മൾ ചെയ്ത അക്വേറിയം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. ഫ്രണ്ട്സ്, ഞങ്ങൾ ഉണ്ടാക്കിയ അക്വേറിയങ്ങളുടെ ഒരു പ്ലേലിസ്റ്റ് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ ചെന്ന് ഞങ്ങൾ ഉണ്ടാക്കിയ മറ്റ് അക്വേറിയങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നതിനാൾ നല്ലൊരു കമ്പിയൊക്കെ ഇട്ടിട്ടാണ് അത് വാർത്തിരിക്കുന്നത്. അപ്പോൾ എന്നാലാണ് അതിൻ്റെ സ്ട്രെങ്ത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ.
അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുമ്പോൾ കമ്പിയൊക്കെ ഇട്ട് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും വീഡിയോ താഴെ കമന്റ് ചെയ്യുക. ഇതേമാതിരിയുള്ള പുതുപുത്തൻ വീഡിയോസ് ലഭിക്കാൻ വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി തൊട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഇതുപോലെ ഒരു പുതുപുത്തൻ വീഡിയോ നമുക്ക് വീണ്ടും കാണാം. സൈനിങ് ഔട്ട്.